ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഏതോ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ഇത്രയും ദിവസം സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് അത്രയും ആത്മാർത്ഥമായി ഇരുന്ന ഒരുപാട് ചാറ്റ് ചെയ്ത് കൂടെ ലൈഫ് ലോങ് ഉണ്ടാകുമെന്ന് വാക്ക് തന്ന് അത്രയും നിങ്ങൾ സന്തോഷമായിട്ട് സ്നേഹമായിട്ടും റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഇരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ അത്രയും സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടിരുന്ന ഫ്രണ്ട്സ് ആയിരിക്കാം. അതും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം, പാരൻസ് ആയിരിക്കാം, ബ്രദേഴ്സ് ആയിരിക്കാം. എന്ത് റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾ അത്രയും സ്നേഹിച്ചിരുന്നു ഒരു സമയത്ത്. ബട്ട് ഇപ്പോ എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്കിടയിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ഒരു വഴക്കോ പ്രശ്നമോ കാരണം നിങ്ങൾ ഇപ്പോ ഒരു അകൽച്ചയിലായിരിക്കാം. അതല്ലെങ്കിൽ ബ്രേക്കപ്പ് തന്നെ ആയിരിക്കാം. ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവില്ല, മെസ്സേജ് ഉണ്ടാവില്ല, എല്ലാ സ്ഥലങ്ങളിലും ചിലപ്പോൾ ബ്ലോക്ക് ആയിരിക്കാം. എല്ലാ ഓപ്ഷൻസും നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞിരിക്കുന്നു. ഒരു രീതിയിൽ അവരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ്. നിങ്ങളുടെ വ്യക്തിയെ വിചാരിച്ച് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും അതോടൊപ്പം നിങ്ങൾക്ക് കോളും മെസ്സേജും ഒക്കെ വരാനുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വിച്ചുമാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അവര് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ബട്ട് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമാണ് അവരോട് സംസാരിക്കണം, അവരെ മെസ്സേജ് ചെയ്യണം, അവരെ കോണ്ടാക്ട് ചെയ്യണം, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയണം, നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ പറയണം, നിങ്ങളുടെ ഫീലിങ്സ് അവരോട് പറയണം. അവരില്ലാതെ നിങ്ങൾ അത്രയും വേദനിക്കുന്നുണ്ട്, അത്രയും ഒരു വിരഹ വേദന അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നോർമൽ എന്തായാലും അത്രയും സങ്കടം എനിക്കുണ്ട്, നിന്നോട് സംസാരിച്ചേ മതിയാവൂ, അത് മാത്രമല്ല എൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ എനിക്ക് പറയണം, എന്നെ നീ മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ പറയുന്ന ഈ സിറ്റുവേഷൻ നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോഴും കൂടെ ആ വ്യക്തിയുടെ മെസ്സേജോ റിസൾട്ടോ ഒക്കെ നിങ്ങൾക്ക് വരാം. അപ്പോൾ ഇതിന്റെ ഫൈനലി നിങ്ങൾക്കുള്ള ഒരു ഏഞ്ചൽ മെസ്സേജ് കൂടെ ഞാൻ തരുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ അവർ നിങ്ങളെ ഫോൺ വിളിച്ചാൽ എങ്ങനെ ഇരിക്കും, നിങ്ങൾക്ക് എത്ര ഹാപ്പി ആയിരിക്കും, അവരിൽ നിന്നൊരു മെസ്സേജ് തന്നാൽ എങ്ങനെ ഇരിക്കും, നിങ്ങളുടെ മുഖമൊക്കെ എങ്ങനെ മാറുമെന്ന് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫോണിൽ അവരുടെ കോൾ വരുന്നു, അവരുടെ പേര് നിങ്ങൾ എങ്ങനെയാണോ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അവരുടെ കോൾ വരുമ്പോൾ നിങ്ങൾക്ക് എത്ര ഹാപ്പി ആയിരിക്കും. അതിനെ ഒന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യൂ. ഒന്ന് പോസ് എടുക്കൂ, എന്നിട്ട് അതിനെ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യൂ. നിങ്ങൾ ഫോൺ എടുക്കുന്നു, അവരുടെ കോൾ നിങ്ങൾക്ക് വരുന്നു, അവരുടെ നെയിം നിങ്ങൾക്ക് വരുന്നു. ഫസ്റ്റ് അവരുടെ നെയിം നിങ്ങൾ എങ്ങനെയാണോ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അവരുടെ നെയിം നിങ്ങൾക്ക് വരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പ്രഷൻസ് എങ്ങനെ ഇരിക്കും, നിങ്ങൾക്ക് സന്തോഷം വരുമോ ഇല്ല കരച്ചിൽ വരുമോ, എന്താണ് വരുന്നത്, അതിനെ നിങ്ങൾ ഒന്ന് വിഷ്വലൈസ് ചെയ്യൂ. വളരെ ശാന്തമായിട്ട് വിഷ്വലൈസ് ചെയ്യൂ, വളരെ ഹാപ്പി ആയിട്ട് വിഷ്വലൈസ് ചെയ്യൂ. നിങ്ങൾ അവരും ചേർന്നിരിക്കുന്നതാകുമ്പോൾ എത്ര സന്തോഷം ഉണ്ടായിരുന്നോ അങ്ങനെ മാത്രം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യൂ. ആ വ്യക്തി എടുക്കുമ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷൻസ് എങ്ങനെ ഇരിക്കുന്നു എന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ വെറും ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യണം. ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ഒന്നും അറിയാത്തവർക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വെറും ഒരു എക്സാമ്പിൾ മാത്രമാണിത്. നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ടും ഇൻറ്റിമസി ആയിട്ടും അത്രയും റൊമാൻറ്റിക് ആയിട്ടൊക്കെ വിഷ്വലൈസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളല്ല ഒൺലി മെസ്സേജ് മാത്രമാണ് വരുന്നതെങ്കിൽ അവിടെ നിന്ന് ഒരു ഹായ് വന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്താണ് വച്ചിരുന്നതെങ്കിൽ ആ ബ്ലോക്ക് എടുത്ത് മാറ്റിയാൽ എങ്ങനെ ഇരിക്കും, അതിനെ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റോടെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ആ ഒരു റിസൾട്ട് കിട്ടും, ആ ഒരു എനർജിയെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ആൾറെഡി പറഞ്ഞു ഇത് ആർക്ക് വേണ്ടി വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന്. എങ്കിലും എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു 18 വയസ്സായവർ ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവരും നിങ്ങളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളും അവരും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഇതിനു മുമ്പേ ഉണ്ടായിരുന്നിരിക്കണം. അതായത് ഒരാൾ മാത്രം അറിഞ്ഞാൽ പോരാ, രണ്ടുപേർക്കും ഒരു കണക്ഷൻ ഇരിക്കണം. നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ടായിരിക്കണം, അവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും നിങ്ങളുടെ കയ്യിലും ഉണ്ടായിരിക്കണം. ഇത് എപ്പോഴെല്ലാം ചെയ്യാം, ടൈമിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, രാവിലെ ഉച്ചയ്ക്ക് രാത്രി എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ബട്ട് ഏറ്റവും കൂടുതൽ ബെറ്റർ റിസൾട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ്, അതായത് ഫോണൊക്കെ യൂസ് ചെയ്ത് അതെല്ലാം വച്ചിട്ട് ജസ്റ്റ് കിടക്കാൻ പോകുന്നു ആ സമയം നിങ്ങൾ ചെയ്യുന്നതും അതുപോലെ ബ്രഹ്മ മുഹൂർത്ത ടൈം 3 to 5 o'clock അല്ലെങ്കിൽ 5:30 ചെയ്യുന്നതൊക്കെ ഭയങ്കര പെട്ടെന്ന് ഫാസ്റ്റായിട്ട് റിസൾട്ട് തരും. കാരണം നിങ്ങളുടെ മൈൻഡും ഈ പ്രകൃതിയും എല്ലാം ശാന്തമായിട്ടും സമാധാനമായിട്ടിരിക്കും, സബ് കോൺഷ്യസ് ഉണർന്നിരിക്കും, നിങ്ങൾക്ക് ഉടനെ റിസൾട്ട് കിട്ടും. പിന്നെ ഇനി ഇത് നോൺ വെജ് കഴിക്കുമ്പോൾ ചെയ്യാമോ ഇല്ല വെജിറ്റേറിയൻ ആയിരിക്കുമ്പോൾ ചെയ്യാമോ, ഇങ്ങനെ കുറച്ച് പേർക്ക് സംശയം വരും.
അതിനും ഇതിനും തമ്മിൽ ഒരു സംബന്ധവും ഇല്ല. പിന്നെ ഇനി കുറച്ചേർക്കുള്ള ഡൗട്ട്, ഇനി പെണ്ണുങ്ങൾക്ക് ഇതിന് പീരീഡ്സ് സമയം ഒക്കെ ചെയ്യാമോ എന്നൊക്കെ, അതും ലോ ഓഫ് അട്രാക്ഷൻ തമ്മിൽ ഒരു സംബന്ധവും ഇല്ല. നിങ്ങൾക്ക് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക. ഡൗട്ട് അടിച്ചിട്ട് ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ വർക്കൗട്ട് ആവുമോ, ചിലരൊക്കെ വന്ന് മെസ്സേജ് ഇടാറുണ്ട്, ഇത് ഒന്നുമില്ല വെറുതെ ഒലക്ക, ഇങ്ങനെയൊക്കെ ഇട്ട മെസ്സേജ് ഒക്കെ ഉണ്ട്. പക്ഷേ അതേ വീഡിയോയുടെ താഴെ ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയവരും ഇട്ടിരിക്കുന്നുണ്ട്. അതിനെ വന്ന് ഒലക്കയെന്ന് പറയുന്നവരും ഉണ്ട്. അത് അവരവരുടെ വിശ്വാസമാണ്. വിശ്വാസം എന്താണോ അതാണ് നമുക്ക് നടക്കുന്നത്. എനിക്ക് ഒന്നും കിട്ടില്ല, എനിക്കിതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. എനിക്ക് കിട്ടും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ സംശയമില്ലാതെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം വർക്കൗട്ട് ആകും. കുറച്ചുപേരുടെ മൈൻഡ് വൈസ് കേൾക്കാം, എന്തിനാ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം പറഞ്ഞാൽ പോരെ എന്ന്. ഇത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്, ഇതെല്ലാം ചെയ്തിട്ട് ഇതുപോലുള്ള ഒരു 1000 ഡൗട്ട്സ് വരും. 1000 ഡൗട്ട് ഉള്ളവരുണ്ട്, അവർക്ക് വേണ്ടി പറയുന്നതാണ്. നിങ്ങൾക്കത് പ്രശ്നമാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോളൂ. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലോട്ട് പോകാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിനായിട്ട് നിങ്ങളൊരു ശാന്തമായ യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങളൊരു 5 times എങ്കിലും ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പതിയെ പുറത്തേക്ക് വിടുക. അപ്പോൾ നിങ്ങളൊന്ന് ശാന്താവും. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ആ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കോൾ വരുന്നത്, ഞാൻ ഒരു എക്സാമ്പിളിന് പറഞ്ഞു കഴിഞ്ഞു, അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക. അതായത് നിങ്ങളുടെ ഫോൺ എടുക്കുന്നു, ആ വ്യക്തിയുടെ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ്, അതെന്താണോ മെസ്സേജ് ആണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യും. കോൾ ആണെങ്കിൽ ആ വ്യക്തിയുടെ നെയിം വരുന്നു, നിങ്ങൾ ഫോൺ എടുക്കുന്നു, സംസാരിക്കുന്നു. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെ ഇരിക്കും, ചിരിയാണോ, ചിരിക്കുന്നോ അല്ല കരയുന്നോ, അങ്ങനെയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്വിച്ച് വേർഡ് പറയുക. അങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു. ഒരു മിനിറ്റോ അത്രയൊക്കെ ചെയ്താൽ മതി. അതിൽ കൂടുതൽ ഒത്തിരി ടൈം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ട. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് കയറി വരാൻ സാധ്യതയുണ്ട്, ഇത് നടക്കില്ല എന്നൊക്കെ. അതുകൊണ്ട് ഒരു മിനിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പറയേണ്ട സ്വിച്ച് വേർഡ് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ പാർട്ട്ണറുടെ പേര്, നിങ്ങൾ ആരെയാണോ, പാർട്ട്ണർ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അവരുടെ നെയിം നിങ്ങൾ ആദ്യം പറയുക. ഇപ്പൊ ഞാൻ എക്സാമ്പിളിന് രമേശ് എന്ന് പറയുന്നതെന്ന് വെച്ചോളൂ. രമേശ് ആണ് പേര്. അപ്പോൾ രമേശ് സ്പീഡ് കോൾ റൈറ്റ് നൗ, സ്പീഡ് കോൾ റൈറ്റ് നൗ, രമേശ് സ്പീഡ് കോൾ റൈറ്റ് നൗ. ഞാൻ ഇവിടെ എഴുതി കാണിക്കാം, ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് കാണിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആണ് വരേണ്ടതെങ്കിൽ കോളിന്റെ സ്ഥലത്ത് മെസ്സേജ്, രമേശ് സ്പീഡ് മെസ്സേജ് റൈറ്റ് നൗ, സ്പീഡ് മെസ്സേജ് റൈറ്റ് നൗ, ഇങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത്. ഇങ്ങനെ നിങ്ങൾ ഒരു 21 പ്രാവശ്യം ചാൻഡ് ചെയ്യുക. അത് കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ചാൻഡ് ചെയ്യുക. ഇത് 21 പ്രാവശ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കൂടുതൽ ടൈംസും ചെയ്യാം. കുറഞ്ഞത് ഒരു 21 പ്രാവശ്യമെങ്കിലും നിങ്ങൾ പറയുക. അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതെല്ലാം പറഞ്ഞതിന് ശേഷവും ഇരുന്ന് അവ എന്നോട് അല്ലെങ്കിൽ അവൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, പറഞ്ഞല്ലോ, പ്രവർത്തിച്ചല്ലോ, എന്നാൽ ഇങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെയല്ല നിങ്ങൾ വീണ്ടും വന്ന് നെഗറ്റീവ്സ് ചിന്തിച്ചുകൊണ്ടിരുന്ന ഇതൊന്നും വർക്കൗട്ട് ആവില്ല. ചെയ്യുക, ചെയ്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് ഇപ്പോഴുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനുശേഷം മെസ്സേജ് വന്നോ, മെസ്സേജ് ഞാൻ ചെയ്തല്ലോ, വന്നോ എന്നിങ്ങനെ നിങ്ങൾ ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കരുത്. എന്നാൽ ഇതൊന്നും വർക്കൗട്ട് ആവില്ല. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്താൽ മാത്രമേ വർക്കൗട്ട് ആവുകയുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തതിന് ശേഷം അവരുടെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ്സോ ചിന്തകളോ സങ്കടമോ ഒക്കെ വന്നാൽ നിങ്ങളൊരു പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞ് അതിനെ ലെറ്റ് ഗോ ചെയ്യും. അതായത് ഞാനും അവളും അല്ലെങ്കിൽ അവനും സന്തോഷമായിട്ട് ഇരിക്കുന്നതിന് നന്ദി, ഇങ്ങനെ ഒരു പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞ് ലെറ്റ് ഗോ ചെയ്യുക. അല്ലാതെ അയ്യോ എനിക്ക് നെഗറ്റീവ് ചിന്ത വന്നല്ലോ, ഇനി നടക്കോ ഇല്ലയോ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. മനുഷ്യരല്ലേ, ചിന്തകളൊക്കെ വരിക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ഏഞ്ചൽസ് എന്ത് മെസ്സേജ് തരും എന്ന് നോക്കാം. ഞാൻ ആൾറെഡി പറഞ്ഞിരുന്നു ഏഞ്ചൽസ് മെസ്സേജ് കൂടെ നോക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ആൾറെഡി ഷഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കാർഡ്സ്. ട്രസ്റ്റ് നോക്കൂ. നിങ്ങൾ ട്രസ്റ്റ് എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിന് പറ്റിയ ഒരു ഏഞ്ചൽ മെസ്സേജ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏഞ്ചൽ മെസ്സേജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിശ്വാസമാണ് എല്ലാം. അതിന് പറ്റിയ ഒരു മെസ്സേജ് തന്നു. അതിന് ഞാൻ തന്നെ നിങ്ങളുടെ വിശ്വാസത്തിനെ കുറിച്ച് ഞാൻ സംസാരിച്ചതേ ഉള്ളൂ. അതിന് കണക്കാക്കിയ മെസ്സേജ് തന്നെ ഏഞ്ചൽസും തന്നു. നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.